എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാക്കും വരയുമെന്ന പുതിയ സെഷനിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ലളിതമായ ഒരു ചിത്രകലാ ശൈലി ഇന്നും പതിവ് പോലെ തന്നെ തുടക്കക്കാർക്ക് മാത്രമുള്ളത്. അതുപോലെ തന്നെ ജീവനകലയുടെ ഒരു ചെറിയ വാക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചിത്രകല കാണാം. ഇത്തിരി മുൻപോട്ട് പോയാൽ നിങ്ങളെ ഇഷ്ടമാണ്. നമ്മൾ താപത്രയങ്ങളെന്ന് പലരും കേട്ടിട്ടുണ്ടാകും. താപത്രയങ്ങൾ, താപം, ദുഃഖം, 3 തരത്തിലുള്ള ദുഃഖാനുഭവങ്ങൾ പലരും അനുഭവിക്കാറുണ്ട്, അതിലൂടെ കടന്നു പോകാറുണ്ട്. അതിൽ നിന്നുള്ളൊരു മോചനത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായ ഒരു മാറ്റം വരുത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിന്ന് ഈ വിഷയമായി വരുന്നത്. വരച്ചാൽ മാത്രം പോരല്ലോ, മനസ്സ് തെളിയണ്ടേ. ഒന്ന്, ആധിദൈവികം. പ്രപഞ്ചത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള ദുഃഖങ്ങൾ, ഭൂമി കുലുക്കം, പ്രളയം, അത് ഒരു പരിധിവരെ മനുഷ്യൻ്റെ കൈകടത്തിലുണ്ടെങ്കിലും മിന്നലേൽക്കുക, അങ്ങനെ ഒരുപാട് നമുക്കൊന്നും ചെയ്യാനില്ല, അതിനെ അറിഞ്ഞേ പറ്റും. അടുത്തത് ആദിഭൗതികം. നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് തരുന്ന ദുഃഖങ്ങൾ നമുക്കറിയാം, അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ പല കാര്യങ്ങളും നമുക്കുണ്ടാകുന്നത് ആദിഭൗതികം. കുറച്ച് നമുക്കതിൽ ഇടപെടാൻ പറ്റും, കുറച്ചൊക്കെ ശരിയാക്കാൻ നമുക്ക് പറ്റും, മറ്റത് പറ്റില്ല. കുറച്ച് നമുക്ക് ഇടപെടാവുന്നതാണ് ആദിഭൗതികം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ആധ്യാത്മികം. ഇവിടെയാണ് നമുക്ക് അറിയേണ്ടത്. ആധ്യാത്മികം നമ്മിൽ മാത്രം നിൽക്കുന്നത്, നമുക്ക് മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ളത്, ആത്മീയമായിട്ടുള്ളത്, ചിന്തകളിൽ വരുന്നത്, ശാരീരികമായിട്ടുള്ള നമ്മളിൽ നിൽക്കുന്ന എല്ലാത്തരം ദുഃഖങ്ങളാണത്. അതിനെ നമുക്കാണ് നിയന്ത്രിക്കാനാവുന്നത്. ഈ ആധ്യാത്മികത എന്ന ഒരു കാര്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ബാഹ്യമായ ദുഃഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിയിലേറെ മുൻപോട്ട് പോകാൻ സാധിക്കും. നോക്കൂ, നമുക്കിവിടെ എത്രയോ നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്, എത്രയോ ജീവനകലകൾ പഠിപ്പിച്ചു തരുന്നവർ, പലയിടത്ത് എങ്ങനെ പെരുമാറണം, പല ഇടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടണം, എങ്ങനെ മറികടക്കണമെന്ന് പറയുന്നൊക്കെ ഒരുപാട് ഉപാധികൾ നമ്മൾക്ക് കിട്ടാറുണ്ടെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇതെല്ലാം കൈവിട്ടു പോയിട്ട് നമ്മൾ പൊട്ടിക്കരയും, തകർന്നു പോകും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ തേടുന്ന ഉപാധികളൊക്കെ തന്നെയും, പ്രിയപ്പെട്ടവരെ, പുറത്തു നിന്നാണ്. നാം ബാഹ്യമായി തേടുന്ന ഏതൊന്നും നഷ്ടപ്പെടുന്നതാണ്, നിലനിൽക്കുന്നതല്ല. അത് ഉറപ്പായൊരു കാര്യമല്ലേ? നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏതൊന്നും ബാഹ്യമായിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ തേടുന്ന ഞാൻ തന്നെ ഇല്ലാതാകും. പക്ഷേ ഒരിക്കലും മാറാത്ത നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ജ്യോതിയാണ് ആത്മാവ്, അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്ന ഞാനെന്ന അദ്വിതീയമായ ഞാൻ, ഒരു ഉണ്മ എന്ന് നമുക്ക് പറയാം. അതിനെ അറിഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ സകലതിനെയും കണ്ടു കഴിഞ്ഞാൽ, പുറത്ത് നടക്കുന്നതൊന്നും സ്ഥിരമല്ല എന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ 100% നമ്മൾക്ക് നമ്മുടെ ചുണ്ടിലെ പുഞ്ചിരി മായാതെ, അഥവാ ഇത്തിരി നേരം സങ്കടം വന്നാലും നിൽക്കാതെ അതൊക്കെ ഒഴുകിപ്പോയിക്കൊള്ളും. കാരണം നമ്മൾ സെൻറ്ററിലേക്കാണ്. ഒരു ക്ലോക്കിൻ്റെ സൂചി ആ നടുക്ക് നിന്നിട്ടാണ് ഓരോ അക്കങ്ങളെയും തൊട്ട് കടന്നു പോകുന്നത്. 12-നോടോ 3-നോടോ 6-നോടോ ഏതെങ്കിലും ഒരു മമത്വഭാവം അതിലുണ്ടായി അവിടെ പറ്റിപ്പിടിച്ചിരുന്നാൽ സമയം നിന്നു പോകും, ക്ലോക്ക് തുരുമ്പിച്ച് പോകും പയ്യെ, അല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, ഞാനെന്ന മാറാത്ത എന്നിൽ നിന്നുകൊണ്ട് മാറുന്ന സകലതിനെയും കണ്ടു കഴിഞ്ഞാൽ അതിനെയൊക്കെ അനുഭവിക്കാനും ആനന്ദിക്കാനും ഒരു ജീവൻ മുക്ത ഭാവത്തിലെടുക്കുവാനും നമുക്ക് സാധിച്ചുകൊണ്ട് ഇവിടെ സദാ പുഞ്ചിരിയോടുകൂടി നിലനിൽക്കാനാവും. ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ച ഒരു രാജാവ്, വീണ്ടും ദിഗ്വിജയങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവ്, ഒരു യുദ്ധത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യാതിർത്തിയിലുള്ള ഒരു വനത്തിലൂടെ അനുചരന്മാരുമൊത്തുനിന്ന് റിലാക്സ് ചെയ്യാൻ യാത്ര ചെയ്യുമ്പോൾ ദൂരെ ഒരു മരച്ചുവട്ടിൽ ഒരു വെല്ലിച്ച് ഒരു സന്യാസി തപസ് ചെയ്യുന്നു. രാജാവ് നോക്കി, എൻ്റെ ഈ രാജ്യത്ത് ഒരു മേൽവസ്ത്രം പോലും ഇല്ലാതെ ഒരു താപസനിരിക്കുന്നു. ബഹുമാനപൂർവ്വം അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ വലിയ ചക്രവർത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങ് എൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു അർഹമായ സ്ഥാനം ഞാൻ തരാം. താപസൻ മെല്ലെ കണ്ണു തുറന്നിട്ട് ചോദിച്ചു, അങ്ങ് എനിക്ക് തുല്യനാവാത്തത് കൊണ്ട് ഞാൻ വരില്ല. രാജാവ് ചോദിച്ചു, അതെങ്ങനെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, അങ്ങിപ്പോഴും യുദ്ധം ജയിച്ചുകൊണ്ടേയിരിക്കണം, ഇനിയും ജയിക്കാൻ ബാക്കിയാണ്, യുദ്ധം നടക്കുകയാണ്. എൻ്റെ ഉള്ളിലെ യുദ്ധങ്ങളൊക്കെ അടങ്ങി ഞാൻ ജയിച്ചിരിക്കുന്നു, ഇനി ഒരു യുദ്ധവുമില്ല.
രാജാവ് വിശദീകരിച്ചു കൊടുത്തു, അങ്ങ് ബാഹ്യമായ യുദ്ധങ്ങളാണ് ജയിക്കാൻ നോക്കുന്നത്, ബാഹ്യമായ പിടിച്ചടക്കലുകളിലാണ്. പക്ഷെ ഞാനാവട്ടെ എൻ്റെ ഉള്ളിൽ ജയിച്ചു കഴിഞ്ഞു, ഇനി ഒരു പിടിച്ചടക്കലുകളുമില്ല. എല്ലാ യുദ്ധങ്ങളെയും കാണുന്നൊരു ഞാൻ, എല്ലാത്തിനെയും അറിഞ്ഞൊരു ഞാൻ, എല്ലാത്തിനെയും അടക്കിയ ഒരു ഞാൻ. അങ്ങനെ നമുക്ക് ആവാനാവണം. ഒരുപാട് ബാഹ്യ ദുഃഖങ്ങളും വേർപാടും വിരഹവും ദാരിദ്ര്യവും ഒക്കെ കടന്നുപോയിട്ടാണ് ഞാൻ ഇവിടെ ഒരു സാത്വിക ഭാവത്തിലിരിക്കുന്നത്. എനിക്കിപ്പോൾ വലിയ ദുഃഖവും സന്തോഷവും ഒരുപാട് ദേഷ്യമൊന്നും ആരോടും വരാറില്ല. കാരണം ഒരുപാട് നമ്മൾ കടന്നു പോയിക്കൊണ്ട്, എന്നാൽ എല്ലാത്തിനും ഞാൻ മനോഹരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. എല്ലാം, നല്ല ഭക്ഷണം, നല്ല രീതിയിലുള്ള ജീവിതം എല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഒരു ജീവൻ മുക്ത ഭാവമുണ്ട്. അതിലൊന്നും പശ പോലെ ഞാൻ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇല്ലാതായാലും ഉണ്ടെങ്കിലും ഒരു സമഭാവത്തിൽ ഇപ്പോൾ കാണാൻ കുറേ കാലം കൊണ്ട്, കാലം എന്നെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടുകൊണ്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിന് പങ്കെടുക്കുമ്പോൾ എൻ്റെ ഗുരുനാഥന്മാരായ ഉണ്ണികൃഷ്ണൻ സാറും ജോർജ് കരുണയ്ക്കൽ സാറും ജീവനകലയുടെ പാഠങ്ങൾ എനിക്ക് അനുസ്യൂതം പകർന്നു തരുമ്പോൾ, അവരുടെ ശിഷ്യനായിരുന്നു കൊണ്ട് ഞാനിത് പഠിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെ ജീവിതാനുഭവങ്ങൾ എനിക്കുണ്ടായി. ഒരു വേർപാടിൽ ഇതിങ്ങനെ കരകയറാം, അതിനെ എങ്ങനെ കാണണം, ഇതൊന്നും സ്ഥിരമല്ല എന്ന് പറയുമ്പോഴാണ് ഭാര്യ മരിക്കുന്നത്, അമ്മ എന്നെ വിട്ടു പോകുന്നത്. നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാതെ പഠിപ്പിക്കുമ്പോഴാണ് സാമ്പത്തിക ഇല്ലായ്മ തകർന്നു പോകുന്നത്. ഉള്ളിൽ നിന്ന് ഞാൻ എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞ് എന്നെ കണ്ടുകൊണ്ട് എന്നെ ഉയർത്തിയാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു ചിത്രകലാ ക്ലാസ് അകത്ത് നോക്കിക്കൊണ്ട് എൻ്റെ ഉള്ളിലെ അറിവുകളെ എടുത്തുകൊണ്ട് എനിക്ക് പ്രപഞ്ചം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന കഴിവുകളെ ഉണർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. 150-ലേറെ കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള, വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിലുമായിട്ട് 100-ലേറെ കുട്ടികളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. എൻ്റെ കർമ്മ പദ്ധതികളിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അർഹമായവർക്ക് അർഹമായ എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ ഇവിടെ നിലനിൽക്കുന്നതും എൻ്റെ ബാഹ്യകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും, എന്നാൽ ഒന്നിലും കെട്ടുപാടുകളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനാവുന്നതും ഈ ഒരു ജീവൻ മുക്ത ഭാവത്തിലാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു മായയാണെന്നും ഈ മായയിൽ ഞാൻ ഉണ്ട്, പക്ഷെ ഇതിലൊന്നും ഞാൻ പെട്ട് ആ ചുഴിയിൽ മുങ്ങിത്താടിയില്ല എന്നും അറിഞ്ഞുകൊണ്ട് ഒരു ജീവൻ മുക്ത ഭാവത്തിൽ ഉള്ളിലെ തിരി തെളിച്ചുകൊണ്ട്, ഉള്ളിലെ ഒരു വെളിച്ചത്തെ അറിഞ്ഞുകൊണ്ട് നല്ല പ്രണയത്തോടു കൂടി ചേർന്ന് നിന്നും ചേർത്ത് പിടിച്ചും ചേർത്ത് പുൽകിയും നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒപ്പം ആവാൻ സാധിക്കണം ഒരു ജീവൻ മുക്ത ഭാവത്തിൽ. അങ്ങനെ ആവട്ടെ, അതാണ് ശാശ്വതമായ സമാധാനം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ എപ്പോഴും വേണമെങ്കിലും വിളിക്കാം. ഈ നിമിഷത്തിൽ ഞാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പറയാം, അറിഞ്ഞതൊക്കെ അനുഭവിച്ചതൊക്കെ അത് അറിവായി തന്നെ നമുക്ക് അറിയിക്കാൻ ശ്രമിക്കാം. എല്ലാവരോടും ഒരുപാട് ഇഷ്ടം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഹൃദ്യമായ ചിത്രകലാ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് ഇഷ്ടം. നമ്മളിന്ന് അതുപോലെ തന്നെ ജലച്ചായം, അത് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം തെളിച്ചോളൂ, പേന പെൻസിൽ കൊണ്ട് വരയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് പേന കൊണ്ട് വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ കളർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് പെൻസിൽ ചെയ്യുന്ന രീതി കൂടെ കാണിക്കുകയാണ്. നോക്കാം, ഇതിങ്ങനെ താഴേക്ക് വരും കൂടെ വരയ്ക്കും. ഈ വര നേരെ തന്നെ വരണം. ഇത് പേഴ്സ്പെക്റ്റീവായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്രോയിങ് രീതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ നിന്നുള്ള വരയെ മാത്രം എടുത്തുകൊണ്ട്, ഇതുപോലെ ഒരു ഡ്രോയിങ് ഞാൻ നേരത്തെ ചെയ്തതാണ്. നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലളിതമായിട്ട് നിങ്ങളെ കാണിച്ചേക്കാം. ഇവിടെ വാട്ടർ കളർ ഉപയോഗിക്കുന്ന രീതി മാത്രം നിങ്ങളൊന്ന് പഠിക്കണം. ഇതൊരു അടിസ്ഥാനപരമായ രീതി മാത്രമാണ്. ഇതിനേക്കാൾ ഉയർന്ന തലത്തിൽ പ്രാക്ടീസ് കൊണ്ട് ചെയ്യാം. അങ്ങനെയുള്ള ചിത്രങ്ങൾ ധാരാളം ചിത്രകാരന്മാർ ജലച്ചായത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ നോക്കാം. ഞാനതിൻ്റെ ഏറ്റവും ലളിതമായ രീതിയാണ് ഈ പറയുന്നത്. ഞാൻ ഇത്ര ഏരിയ മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ, ഇത്ര ഒരു ചെറിയ ചിത്രം. നമ്മളിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നിറങ്ങളിലും ഒക്കെ വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ഞാനൊരു ജലച്ചായം ചെയ്യുന്നു. ഇത്രയായിരിക്കും മരത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മേഘങ്ങൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ അത് കാണിച്ചു തരാം. നമുക്ക് ഏറ്റവും മിനിമം കളറുകളിലൂടെയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കൊബാൾട്ട് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് ഞാൻ ഈ പാലറ്റിലേക്ക് കൊണ്ടുവരികയാണ്. കണ്ടു,
ഏറ്റവും കുറഞ്ഞ നിറങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ എത്ര കളറുകൾ ഉപയോഗിച്ചു എന്നതിന് യാതൊരു പ്രാധാന്യം ഇപ്പോഴില്ല. മറിച്ച് ഇത് ഉപയോഗിക്കേണ്ട രീതി നോക്കൂ. ഇത്രയും വെള്ളത്തിലാണ് ഞാൻ ആദ്യം ഈ മരത്തിൻ്റെ ഒരു ഏരിയയെ വിടുന്നുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ പറയാം. ഇത്തിരി നല്ല കട്ടിയുള്ള, അതായിരിക്കുന്നൊരു 200 GSM മുകളിൽ വരുന്നൊരു ചാർട്ട് പേപ്പർ എനിക്ക് ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടി. അതിന് 19 രൂപയാണ് വില അവർ വാങ്ങിയത്. അപ്പം ഞാൻ അതിലൊരു പരീക്ഷണം കൂടെ നടത്തുകയാണ്. സാധാരണ വന്ന് ചാർട്ട് പേപ്പറൊക്കെ വളരെ കനം കുറച്ച പേപ്പറാണ് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ കിട്ടി. ഞാൻ നോക്കൂ, വെള്ളത്തിൽ ഈ മേഘത്തിൻ്റെ ഏരിയയൊക്കെ ഒന്ന് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയാണല്ലോ. ഇത് കൂടുതൽ വെള്ളത്തിൽ ഈ മേഘം ഒന്ന് ചെയ്യാം. അവിടെ വേണമെങ്കിൽ അല്പം ഒരു ഡാർക്ക് കൂടെ കയറ്റി നമുക്ക് ചെയ്യാം. പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കളറുകൾ നിങ്ങൾ ചെയ്ത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നിറങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയല്ല ഈ ഒരു ചിത്രകലയിൽ വാട്ടർ കളർ എന്ന് പറയുന്നത്. നമ്മൾ തമ്പനയിൽ പലപ്പോഴും വളരെ ഈസി ആയിട്ട് വാട്ടർ കളർ പഠിക്കാം എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായും ശരിയായ ഒരു പദമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അങ്ങനെ കൊടുത്താലാണ് കൂടുതൽ പേര് ഇത് വന്ന് കാണുകയും കുറച്ച് പേര് അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു അസത്യ പ്രസ്താവന നടത്തി നിങ്ങളെ ആരെ ആകർഷിക്കുക എന്നുള്ളത് നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോട് അഭിരുചിയുള്ളവർക്കൊക്കെ ചിത്രകല പഠിക്കാൻ ആദ്യം തന്നെ പേടിപ്പിക്കാതെ ലളിതമായിട്ടൊന്ന് പറയുക. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ തമ്പനയിൽ ഇത് ഇവിടുത്തെ എല്ലാ പ്രഗത്ഭരായ ചിത്രകാരന്മാരും അവരുടെ നിരന്തരമായ ധ്യാനത്തിലൂടെയും അവരുടെ പരിശീലനത്തിലൂടെയുമാണ് ചിത്രകലയെ അവർ സ്വായത്തമാക്കിയത്. ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങളുടെയൊക്കെ വന്നാലും ചിത്രം വരച്ച് കാണിക്കുന്നതല്ല. ഞാനിത് വെറ്റ് ഓൺ ഡ്രൈ ഉണ്ടോ, പേപ്പർ നനയ്ക്കാതെ ഇതിൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഇപ്പം ഞാൻ തൽക്കാലം ചെയ്തിരിക്കുന്നത്. മേഘത്തിൻ്റെ നമ്മൾ ഒരു നെഗറ്റീവ് പെയിൻറ്റിങ് പോലെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മേഘത്തിനെ കടത്തിക്കൊണ്ട് ഇതിൻ്റെ കണ്ടോ ഷേപ്പുകൾ നമുക്ക് അകത്തിങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ചിന്തിച്ച് വളരെ പതുക്കെ ചെയ്യണം. ഒന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുന്നതും വലിയ സുഖമുള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ ആ മേഘത്തിൻ്റെ ഒരു ബാക്കിലോട്ട് മരം ചെയ്തു. ഇനി നമുക്ക് ഈ മേൽക്കൂര ചെയ്യാം ഉണങ്ങുന്ന പ്രകാരം. ഞാനിവിടെ വേറൊരു ബ്രഷാണ് എടുത്തത്. അപ്പോൾ ഇത് കണ്ടോ വളരെ ലൈറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫസ്റ്റ് കോട്ടിങ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മേൽക്കൂര അല്പം ബ്രൗൺ എടുത്തിട്ട്, ബ്രൗൺ കളർ, വാം ബ്രൗൺ, ബേൺസീൻ എന്ന കളറാണ്. അതൊരു അല്പം സ്കാർലറ്റ്, ഒരു ചെറിയൊരു ലൈറ്റ് പ്രിൻ്റ് കിട്ടാൻ വേണ്ടി എടുത്തിട്ട് വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. നിങ്ങളിങ്ങനെ എടുത്ത് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ഇവിടെ കളർ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ മുകളിൽ ലൈറ്റായിട്ടിരുന്നത്? താഴെ നമുക്ക് ഒരു ഷെയ്ഡിങ് പോർഷൻ കാണിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെയും ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ താഴത്തെ ഡാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാതെ. മാത്രമല്ല ഇവിടെ ഏറ്റവും ലൈറ്റ് കിട്ടുന്നൊരിടമാണ്. എല്ലായിടത്തും ഒരുപോലെ തന്നെ ഫ്ലാറ്റായിട്ട് അടിക്കണമെന്നില്ല. നമ്മൾ ബ്രഷും തുടച്ചിട്ട് ബാക്കി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പയറ്റി തെളിഞ്ഞ ഒരു ചിത്രകാരൻ്റെ ക്ലാസ്സേ അല്ല ഇത്. മറിച്ച് ചിത്രകലയോട് ആഗ്രഹമുള്ള സാധാരണക്കാർക്ക് പഠിക്കാനുള്ള ഒരു വഴി മാത്രം. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ, നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് പ്രഗത്ഭരായ വാട്ടർ കളർ ആർട്ടിസ്റ്റുമാർ ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ട്. ഒരു ഹയർ ലെവലിലേക്ക് പോകാം. അപ്പോൾ ഈ സങ്കേതങ്ങളൊക്കെ മാറും. പക്ഷേ നിങ്ങൾക്ക് ബ്രഷ് പിടിക്കാനും നല്ലതുപോലെ വർക്ക് ചെയ്ത് പോകാനുമുള്ള ഒരു പ്രചോദനമാണ് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാനിവിടെ ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു ചിത്രകാരൻ എന്നതിലുപരി ചിത്രകലയെ ഞാൻ അറിഞ്ഞത് ഒരുപാടൊന്നുമല്ല. നമ്മൾ ഇത്രയും പ്രായത്തിലൊക്കെ ആർജിച്ചതും പഠിച്ചതും ഫൈൻ ആർട്സിൽ പഠിച്ചതുമായ കാര്യങ്ങളെ ബ്രഷ് ചെയ്യുന്ന രീതിയൊക്കെ മറ്റൊരു തലത്തിൽ എല്ലാവർക്കും ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ വരെ കൊണ്ടുപോയിട്ട് വെള്ളം തൊട്ട് അവിടെ ഒരു ലൈറ്റാക്കി എടുക്കുകയാണത്. ഞാൻ ഈ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളെ മനസ്സിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിടിച്ച് പടർന്നിട്ടുണ്ട്. അത് നമുക്ക് ഡാർക്ക് കൊടുത്തത് ആ ഒരു ഈവൻ ഇത് മാറ്റാം.
നോക്കാം. ഇപ്പം ഇങ്ങനെ കിട്ടി. നമുക്ക് മുകളിലെ മരം ഒന്ന് ചെയ്ത് നോക്കാം. വളരെ പതുക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഞാനിവിടെ സാഫ് ഗ്രീനും ബ്ലൂ ഒക്കെ ചേരുന്ന റഷ്യൻ ബ്ലൂ ഒക്കെ ചേരുന്ന കളറാണ് ഉപയോഗിക്കുന്നത്. ലെമൺ യെല്ലോ ഉണ്ടാവും. അത് നമ്മൾ അല്പം ലെമൺ യെല്ലോ എടുത്ത് നോക്കുക. ലെമൺ യെല്ലോ നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം സാഫ് ഗ്രീൻ ഇട്ട് വെച്ചു. എന്നിട്ട് നോക്കൂ, നമ്മളിങ്ങനെ ഈ താഴേക്ക് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ബ്രഷ് കൊണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ മനോഹര ടെക്സ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ വതുക്കെ ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് നമ്മൾ ബ്രഷ് കൊണ്ട് മരത്തിൻ്റെ ചില ഷേപ്പുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ലതാണ്. നമ്മളൊരു സൈഡിൽ നിന്നൊരു ലൈറ്റിനെ കാണുക, ഇങ്ങനെ ചെയ്യും. ഇനി ഇവിടെ നമുക്ക് സാഫ് ഗ്രീൻ ചേർത്തിട്ട് കുറച്ചുകൂടി ഡാർക്കാക്കി ഇതിൻ്റെ താഴത്തെടുത്ത് കണ്ടത് ഇവിടെ വെച്ച് കൊണ്ടുവരാം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉയർന്ന തലത്തിൽ പഠിക്കണമെങ്കിൽ നമ്മുടെ ആർട്ട് സ്കൂളിൽ തന്നെ നമ്മൾ വാട്ടർ കളർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ചേരാം. അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുമാരുണ്ട്. അവരുടെ വർക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. ഞാൻ മാത്രമാണ് ഇവിടെ ഇങ്ങനെ തുടക്കക്കാർക്ക് വേണ്ടി, തീരെ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അത് മറ്റുള്ളവർ നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ അത് കുറച്ച് അതും ചെയ്തേനെ. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബേസ് നമുക്കിവിടെ തരികയും തുടർന്ന് കുറച്ചുകൂടെ ഹയർ ലെവൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നുകൊണ്ട് പഠിക്കുകയും ചെയ്യാം. ഡാർക്ക് ഞാനിവിടെ താഴെ വെക്കുകയാണ്. കാര്യം ഇവിടെ അധികം ലൈറ്റ് കിട്ടുന്നില്ല. നമുക്ക് ഇവിടേക്ക് കുറച്ച് ഡാർക്കിനെ വെച്ച് കൊടുക്കുന്നത്. വെള്ളത്തിലായാൽ നല്ലത് കൂടുതൽ. നമുക്ക് ശിഖരങ്ങളൊക്കെ വരയ്ക്കേണ്ടതുണ്ട്. ഞാൻ അവിടെ ഇതിന് ഉണങ്ങാൻ വിടുകയാണ്. വേറെ ഒന്നും ഇപ്പം ചെയ്യുന്നില്ല തൽക്കാലം. പിന്നെ വേണം നമുക്ക് ഇവിടെ കണ്ടോ ഇലകളൊക്കെയാണ് കുറച്ച് മുകളിൽ താഴെയുമാണ് അല്ലേ. ഉള്ളിലേക്കുള്ള ഇലകൾക്കാണ് നമ്മൾ ഡാർക്ക് കൊടുക്കുന്നത്. ശിഖരങ്ങൾ കാണുന്നതും ഈ ഉള്ളിലാണ്. കണ്ടോ, ഇലച്ചാർത്തുകൾ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ശിഖരങ്ങൾ കാണില്ല. ഇതിനേക്കാൾ ഡാർക്കിലാണ് നമ്മൾ ഇതിനകത്ത് ശിഖരങ്ങൾ വരയ്ക്കേണ്ടത്. അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് എല്ലാം ഒന്നും നമുക്കിനെ പറഞ്ഞു തരാൻ പറ്റുന്നതുമല്ല. അതൊരു പരിമിതിയുണ്ട്. കുറച്ചൊക്കെ നമ്മൾ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ ഈ വീടിൻ്റെ ഞാനിവിടെ ഒരല്പം പർപ്പിൾ കളറൂടെ ബ്രൗണിൽ ചേർത്ത് കാണുന്നത് ഇവിടെ ഡാർക്ക് കൊടുക്കുന്നത്. നമ്മൾ മുകളിൽ കുറച്ചുകൂടി ലൈറ്റ് കൊടുത്താൽ നമുക്ക് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ആണ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പതുക്കെ ബ്രഷ് കൊണ്ട് വളരെ സമാധാനത്തിൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും. ഇതിന് ശേഷം ഇത് നമ്മൾ കുറച്ച് വെള്ളം തൊട്ടിട്ടാണ് നമ്മൾ താഴേക്ക് ലയിപ്പിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്തല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അല്പം വ്യത്യസ്തത കൊടുക്കാം കേട്ടോ. നമുക്ക് കളർ ചെറിയ വ്യത്യാസം കൊടുക്കാം. ലൈറ്റ് ഷെയ്ഡൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഏതൊക്കെ കളറാണ് എടുത്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുകൂടാ. കാരണം ആ സമയത്ത് പാലറ്റിൽ നിന്ന് കിട്ടുന്ന നമുക്കതിന് യോജിക്കുന്ന കളറുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ഇവിടെ ഇതിൽ നിന്ന് തന്നെ ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് ഇത്രയും ഡാർക്ക് കൂടെ കൊടുക്കാതെ ലൈറ്റാക്കി ചെയ്യുകയാണ്. ഇത് മതി. ഇത്രയും തന്നെ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു വഴി തുറക്കും ചിത്രകലയിലേക്ക്, അല്ലെ വാട്ടർ കളറിലേക്ക്. ഒരു വെളിച്ചത്തിന് വേണ്ടി നമ്മൾ പേപ്പർ വൈറ്റ് കൊടുക്കും. നമ്മൾ പറയാറ് പേപ്പർ വൈറ്റ് ആണ് വൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഏകദേശം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വർക്ക് ചെയ്യാൻ ഞാൻ നോക്കട്ടെ. ഇവിടെ അല്പം ബ്ലൂ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കുന്നിൻ്റെ ഒരു പശ്ചാത്തലം ദൂരെ
അപ്പോൾ വളരെ ലൈറ്റ്, നമ്മൾ ദൂരേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഡീറ്റെയിലിംഗ് ഒന്നും അധികം കൊടുക്കാൻ നിൽക്കരുത്. വളരെ ലൈറ്റായിട്ട് മതി. നമ്മൾ വെള്ളം തൊട്ട് ഇവിടെ ഒന്ന് പടർത്തുകയാണ്. ഒരു സജഷൻ, നമുക്ക് ദൂരെ നിന്ന് തോന്നിയാൽ മാത്രം മതി, അവിടെ ഡീറ്റെയിലിംഗ് വേണ്ട. ഇങ്ങനെ ഞാൻ നിൽക്കുന്നു. നമുക്ക് ഇവിടെയും പുറത്തും അത് തന്നെ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുക്കാം. എപ്പോഴും ഒരു ഏരിയ ഡാർക്ക് ആണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് ലൈറ്റ് വെച്ചിട്ട്, ലൈറ്റ് ആണെങ്കിൽ ഡാർക്ക് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് തെളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഒരു ദൂരെ ഒരു ഷെയ്ഡ് പോലെ കൊടുത്തു. ഇവിടെ മേഘങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുറേ കൂടെ ചെയ്ത് ഈ മേഘങ്ങളെയൊക്കെ വേറെ രീതിയിലൊക്കെ കൊണ്ടുവരാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, കാരണം അതൊക്കെ നിങ്ങൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ എന്നാലും പതിയെ നമ്മൾ ചെയ്ത് വരുമ്പോഴത് പറ്റില്ല എന്നല്ല, നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോഴത് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചിത്രങ്ങൾ പഠിക്കാം, കുറച്ച് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ സാപ്പിന് വളരെ ലൈറ്റായിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നമുക്ക് അവിടെ തന്നെ ഞാൻ അല്പം കൂടെ ബ്ലൂ ചേർത്തിട്ട് നമ്മളെപ്പോൾ ഈ വീട് നിൽക്കുന്നിടത്ത് അല്പം ഡാർക്ക് കൊടുക്കുന്നതാണ് അതവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ വരുന്ന ക്ലാസ്സുകളൊക്കെ പറയാം. പിന്നെ മരത്തിൻ്റെ ഷെയ്ഡ് ഇതൊക്കെ നമ്മൾ കാണിക്കും. പക്ഷെ അതൊക്കെ ഇപ്പോൾ ബ്രഷ് ചെയ്യാൻ നിങ്ങൾ അത്രയും നന്നായിട്ട് ചെയ്യാനായിട്ടില്ല എങ്കിൽ നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട. ചിലപ്പം ബ്രൗൺ കൂടെ ചേർത്തിട്ട് ഇതിപ്പോൾ നമ്മൾ ജലച്ചായത്തിലൊന്നും ഒന്ന് കളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് മുൻവിധികളൊന്നും വേണ്ട. നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ കൈ തെളിഞ്ഞോളും. കണ്ടു. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിങ്ങനെ ഒഴുക്കൻ മട്ടിലൊന്ന് ചെയ്ത് പഠിക്കുക. പിന്നെ ഇവിടെയൊക്കെ ലയിപ്പിക്കണം, വേറെ ഒന്നും ഇപ്പം ചെയ്യുന്നില്ല. അവിടെ ആ ജലം ഇങ്ങനെ ഒഴുകി നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയാണ്. അല്പം ബ്രൗൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഇട്ട് കൊടുക്കും. ഇവിടെയും നമുക്ക് ചില കാര്യങ്ങൾ വരുമല്ലോ, പുഴയോ തീരമോ റോഡോ ഒക്കെ വരും. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ വിട്ട് നിന്ന ഭാഗത്തിന് ഷെയ്ഡ് കൊടുത്തു. എന്നിട്ട് അതിനെയും ഞാൻ പതുക്കെ ഒന്ന് ലയിപ്പിച്ചു. ഇനി ഞാൻ കുറച്ചുകൂടെ ചെറിയ പോയിന്റ് ബ്രഷ് എടുത്ത് എടുത്തു. നന്നായിട്ട് കഴിയിട്ട് ഞാനിവിടെ ഈ ഒരു ഡാർക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടത് നമ്മളിത് ഇവിടെ കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ, ഈ രണ്ട് ഭാഗം നമ്മളൊരു സെപ്പറേഷൻ നമുക്ക് കിട്ടും. എന്നാൽ അത് അങ്ങ് വരെ ഒരേ കറുപ്പ് കൊടുക്കണം നിർബന്ധമില്ല. കുറച്ചുകൊണ്ട് നമുക്ക് ലയിപ്പിച്ചു വിടാം. ഈ വലിച്ചുകൊണ്ട് വരുന്നുണ്ട് വന്നിട്ട് നമുക്ക് അപ്പോൾ വെള്ളം തൊട്ട് ഈ എൻഡിലുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ചു വിടാം. നമുക്കിവിടെ അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് കൊടുക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ലയിപ്പിക്കാം. ഇവിടെ നമുക്കൊരു ഡോർ അല്ലേ, അവിടെ നമുക്ക് ഡാർക്ക് അവിടെ അങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ നമ്മൾ
ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ മരത്തിൻ്റെ ഭാഗങ്ങളെ വളരെ ലൈറ്റായിട്ട് ബ്രൗൺ ഒക്കെ കൊണ്ട് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ബാക്കി നമുക്ക് എന്നിട്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഏകദേശം ഈ വർക്ക് ചെയ്ത രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഇത് ബാക്കി നമ്മളിത് കണ്ടോ, ഈ ബ്രഷ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ റിഗർ ബ്രഷ് എന്ന് പറഞ്ഞാൽ ബ്രഷൊക്കെ ഇടയിലെ പോയിന്റ് ബ്രഷുകളൊക്കെ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ശിഖരങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും. നമ്മൾ ഈ ഡാർക്ക് പോർഷൻ തന്നെ കണ്ടോ ഇങ്ങനെ വരയ്ക്കാം. ശിഖരങ്ങളൊക്കെ നിങ്ങൾ വരച്ച് പഠിക്കുക. അത് ബ്രഷ് ഒരു ഇങ്ങനെയൊക്കെ ചെയ്താൽ തൽക്കാലം. പിന്നെ വരുമ്പോൾ നമുക്ക് ബ്രഷ് ബാലൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ രസമായിട്ട് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്കുള്ള ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. കൂടുതൽ പോയിന്റ് ബ്രഷ് എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് വരയ്ക്കാൻ സാധിക്കും. നമുക്ക് ഞാൻ കുറച്ചുകൂടെ പോയിന്റുള്ളൊരു ബ്രഷ് എടുത്തിട്ട് ഇത് കണ്ടതേ ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ തന്നെ ഈ മേൽക്കൂര നമുക്ക് കുറച്ചുകൂടെ ഇത് കൈ ബാലൻസ് ഇല്ലാത്തത് ഇങ്ങനെ കൈ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വരച്ചു വിട്ടാൽ മതി. നിങ്ങളിത് കണ്ടോ, ഫുള്ളൊരു വര വരച്ച് നിർത്തണമെന്നില്ലത്. കുറച്ച് ബ്രഷ് ഡ്രൈ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ചാൽ മതിയാവുണ്ട്. ഇവിടെ കൈ വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കൈ മൂവ് ചെയ്യാനൊരു മാർഗ്ഗമാണ് തൽക്കാലം. അത് ഇങ്ങനെ ഫുള്ള് നമുക്ക് കയ്യിലൂടെ ആം ഡ്രോയിങ് ആയിട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, പതുക്കെ വരച്ചു നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രീതി കിട്ടും. കണ്ടോ, ഇവിടെ നമ്മൾ ചിലത്ത് വളരെ ഡ്രൈ ആയിട്ട് ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യാം. തൽക്കാലം നമ്മൾ ഇത്ര വരച്ചാൽ മതിയാവും. കേട്ടോ, ഇത് തന്നെ ഇപ്പോൾ ഒരുപാട് സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വഴിയുടെ ഭാഗം നമുക്ക് ബ്രൗൺ തന്നെ കൊണ്ട് ഒരു ലൈറ്റായിട്ട് അവിടെ ഒരു ഷെയ്ഡ് കൊടുക്കാം. വളരെ ലൈറ്റായിട്ടാണ്. നമുക്ക് ഫ്രണ്ടിലെ കുറച്ചൊരു ഡീറ്റെയിലൊക്കെ കൊടുക്കാൻ പറ്റും വേണമെങ്കിൽ, പക്ഷേ അത്രയ്ക്കൊന്നും പോകണ്ട. ഇപ്പോൾ ഒരു മിഡ് ടോണിൽ നിൽക്കുന്നൊരു വർക്കായിട്ട് മാറ്റിക്കൊണ്ട് നിങ്ങൾക്കിത് വളരെ ലളിതമായിട്ട് ചെയ്ത് നോക്കാം. ഇതിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരയ്ക്കാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മളിപ്പോൾ വേണ്ടത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ചിത്രീകരണ രീതിയാണ്. ഇവിടെയൊക്കെ നമ്മൾ കണ്ടു, ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വീടിൻ്റെ ഈ ഭാഗം നമുക്ക് തെളിഞ്ഞ് കിട്ടുന്നുണ്ടോ. എന്ത് ചെയ്യണം, നമ്മളിവിടെ തൊട്ടിവിടെ ലയിപ്പിച്ച് വിടുകയും വേണം. അവിടെ ബ്ലാക്കായിട്ട് നിൽക്കരുത്, പകരം വളരെ സോഫ്റ്റായിട്ട് ലയിപ്പിച്ച് ഇങ്ങനെ വളരെ പതുക്കെ നമ്മൾ ചിത്രത്തിനെ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നമുക്കിതിനെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ് കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ശ്രമിക്കുക. ഇതുപോലെയല്ല, ഇതിനേക്കാൾ നന്നായിട്ട് തുടർന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പിന്നീട് വരുന്നത്. എന്നാലും നിങ്ങൾക്കത് ഏകദേശം മനസ്സിലായി ഞാൻ കരുതുന്നു. വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു രീതി കൂടിയാണ്. അടുത്തൊരു ചിത്രമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സ്കെച്ചിങ് കൂടി നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ഇഷ്ടം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ബാക്കി കുറച്ച് ഡീറ്റെയിലിംഗ് കൂടെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ഡാർക്ക് കൊടുക്കുകയാണ്. ഇത് കുറച്ച് തെളിഞ്ഞൊരു ബാക്കിയുള്ള ഭാഗം ഇത് വരുന്നുണ്ട്. ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ കുറച്ച് രണ്ട് വരകൾ ഇങ്ങനെ ഇട്ടു. നമ്മൾ സമയം അധികരിക്കുന്നുണ്ട്, ചിലയിടത്തുനിന്ന് പോസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്ന സമയം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്.
അല്പം പച്ച കൂടെ ഇവിടെ ചേർത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് കൂടെ കൊടുക്കാം. ഈ മരം നിൽക്കുന്നിടത്തൊരു ഡീറ്റെയിൽ ഉണ്ട്, ഈ വീട് നിൽക്കുന്നിടത്തൊരു ചെറിയ ഡെപ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ കുറച്ച് ഒരു ചെറിയ ടച്ചപ്പ് മതി ചിത്രം മാറുന്നത് കാണാം. ഷെയ്ഡ് വരും. അപ്പോൾ നിങ്ങൾ ഏകദേശം ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ചിത്രത്തിലൊരു കാര്യം കിട്ടും. അപ്പം നമ്മൾ ഇനിയും നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ കുറേയൊക്കെ ചെയ്യാൻ തോന്നുന്നു ചിത്രത്തിൽ, പക്ഷേ നമ്മളതിലേക്ക് മുതിരുന്നില്ല. ഈ ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ കൊടുക്കാം, കുറച്ച് ശിഖരങ്ങളൊക്കെ വരയ്ക്കാം. ഇവിടെ വാട്ടർ കളർ ചെയ്യുമ്പോഴുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യും. ഈ ശിഖരങ്ങളൊക്കെ വരച്ചില്ല, വേറെ മരം വരച്ചൊക്കെ നമുക്ക് ഒത്തിരി ചെയ്യാം. പക്ഷേ ഞാനിവിടെ ജസ്റ്റ് ഈ വാട്ടർ കളർ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് എത്രമാത്രം ജലത്തിൽ എങ്ങനെ ഒഴുക്കി വിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വീണ്ടും പറയുന്നു, ഇത് തുടക്കക്കാർക്കുള്ള ക്ലാസ്സായിട്ട് നിങ്ങൾ വളരെ പതുക്കെ, ശരിയായില്ലെങ്കിലും വീണ്ടും ചെയ്ത് ശരിയായും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിത്രം നിങ്ങളിലേക്ക് എത്തും. നമുക്കിനി അടുത്തൊരു സ്കെച്ചിങ് ക്ലാസ്സാണ്, അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇഷ്ടം അറിയിക്കുന്നു. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരുപാട് ഇഷ്ടം.